ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അബീനാസ് വേൾഡ്. ഇന്നൊരു ബ്ലൂ വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഗോൾഡൻ ട്രിപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് കേക്കിന് വേണ്ട ഫ്ലോറൊക്കെ നരിച്ചെടുക്കുക. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി കേക്കിന് വേണ്ട മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്ലൂ കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോയൽ ബ്ലൂ കളറാണ്. ഇത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്തതിന് ശേഷം ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ടിന്നിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാം. സ്റ്റൗ ടോപ്പിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ബാറ്റർ ഇറക്കി വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് റെഡിയാവണ സമയം കൊണ്ട് കേക്കിന് വേണ്ട ക്രീം ഒന്ന് റെഡിയാക്കാം. ഞാനിവിടെ 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പുറത്തെടുത്തിട്ട് അൺമോൾഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കൊന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് മൊത്തം 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. കേക്ക് ബേസിൽ കുറച്ച് ക്രീം തേച്ചിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്യാം. ഇനി ക്രീം തേച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ ഒരു ക്രീമിൻ്റെ മുകളിൽ ഫില്ലിങ്സിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നട്ട്സ് ആയാലും ചെറീസ് ആയാലും മതി. ഇനി അടുത്ത ലെയറും ഇതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി 2 ലെയറും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം.
ഇപ്പോൾ ലാസ്റ്റ് ലെയറും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി വെറ്റ് ചെയ്തതിന് ശേഷം മൊത്തം ക്രീം അപ്ലൈ ചെയ്തിട്ടൊന്ന് ഫ്രോസ്റ്റിങ് ചെയ്യാം. ഇപ്പോൾ ക്രീമൊക്കെ മൊത്തം അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രീസറിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ കോട്ട് ക്രീം അപ്ലൈ ചെയ്യാം. കുറച്ച് ക്രീമിൽ ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് താഴ്ഭാഗത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് വൈറ്റ് കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം മൊത്തം ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് വൈറ്റ് ചോക്ലേറ്റ് മാത്രം ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി, അല്ലാതെ ക്രീമൊന്നും ചേർക്കണ്ട. ഇപ്പോൾ മൊത്തം ഇതേപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് വെച്ചാലും സെറ്റാവും. ഇനി ഈ ഒരു ഡ്രിപ്പ് ചെയ്തതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ ഡസ്റ്റ് ജസ്റ്റ് ചെറുനാരങ്ങയുടെ ഒരു നീരിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ മൊത്തം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഒരു ഗോൾഡൻ ഡ്രിപ്പിൻ്റെ ഫിനിഷിങ് കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് മാത്രം ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിന് ചുറ്റും ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് 2-3 ഫ്ലവർ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലവർ കേക്കിൻ്റെ മുകളിലൊന്ന് വെച്ചെടുക്കാം. ഇതേപോലെ തന്നെ 2 ഫ്ലവറും കൂടി ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. മുകളിൽ സൈഡിലായിട്ട് കുറച്ച് ഗോൾഡൻ ബോൾസും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ താഴെ ഒരു ബോർഡറും കൂടി കൊടുക്കാം. അപ്പോൾ ബ്ലൂ വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.